അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പവിത്രതകൾ ഏറെ നിറഞ്ഞ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ 10 നമ്മളോട് വിട പറഞ്ഞ് മൂന്നാമത്തെ 10ലേക്ക് നമ്മൾ ഇതാ കടന്നിരിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഇത്രയും ദിവസവും നമ്മൾ പറഞ്ഞ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളുണ്ട്, ചെയ്ത ഇബാദത്തുകളെല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. റജബ് മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളാണ്. ഇസ്രാ മിഅ്റാജിൻ്റെ സുന്ദരമായ ആ ദിനങ്ങളൊക്കെ വരാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ നമ്മളെ ഇബാദത്ത് അധികരിപ്പിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതുവഴി സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, ഈ 3 10കളിലും വ്യത്യസ്തമായ ചില ദിക്റുകൾ മഹത്തുക്കൾ പറയണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ 10ൽ നമ്മൾ ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിൻ്റെ എല്ലാ ദിവസവും പകലും രാത്രിയും എല്ലാ സമയത്തും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 100 വട്ടമെങ്കിലും നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ഏതാണെന്നറിയോ? ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ദിക്റിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മുടെ ഈ ദിക്റിൻ്റെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് റജബ് മാസത്തിൻ്റെ മൂന്നാമത്തെ 10ൽ അധികരിപ്പിക്കണമെന്ന് മഹത്തുക്കൾ പറഞ്ഞ ആ പുണ്യമായ ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊരു തസ്ബീഹ് കൂടിയാണ്. എല്ലാവർക്കും ഒന്നിച്ചു പറയാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹിർ റഊഫ്. എന്താ അതിൻ്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ്? സുബ്ഹാനല്ലാഹിർ റഊഫ്, കൃപയുള്ള, അവൻ്റെ അടിമകളോട് വളരെ സ്നേഹമുള്ള കൃപയുള്ള അല്ലാഹ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇൻഷാ അല്ലാഹ് പറഞ്ഞു. സുബ്ഹാനല്ലാഹിർ റഊഫ്, 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 സുബ്ഹാനല്ലാഹിർ റഊഫ്. വിശുദ്ധമായ റജബ് മാസം, റജബിലും ഷഅബാനിലും റമളാനിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ദിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റമളാനിൽ ആദ്യത്തെ 10ലും രണ്ടാമത്തെ 10ലും മൂന്നാമത്തെ 10ലും വ്യത്യസ്തമായ ദിക്റുകളുണ്ട്. അതുപോലെ ഷഅബാനിൽ നമുക്ക് ഒരുപാട് ദിക്റുകൾ ചൊല്ലാനുണ്ട്. ഇപ്പം നമ്മൾ നിലനിൽക്കുന്ന പുണ്യമായ റജബ് മാസം, ഈ റജബ് മാസത്തിൽ നബിതങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും പ്രത്യേകം പറഞ്ഞിരുന്നൊരു ദുആ, നമ്മളൊക്കെ എല്ലാ വീഡിയോകൾക്ക് തുടക്കവും അതുപോലെ തന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ നമ്മൾ പറഞ്ഞൊരു ദുആയുണ്ട്. റജബിലും ഷഅബാനിലും ബറക്കത്തിനെ ചോദിക്കുന്ന ദുആ. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 اللهم بارك لنا في رجب وشعبان وبلغنا رمضان.
اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 വിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞ ദിക്റുകളിൽ ഒന്നാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ. രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ പറഞ്ഞു സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. അപ്പോൾ ഈ രണ്ടാമത്തെ 10ന്റെ സുന്ദരമായ ഈ ദിനങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റിയ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം 100 വട്ടമെങ്കിലും ചുരുങ്ങിയത് പറയണമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ച ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് കുറച്ച് വട്ടം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് 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 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് സ്വലാത്ത് ഏത് സമയത്തും നമ്മൾ പറയണം. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, നമ്മുടെ നോമ്പ്, ഇപ്പോൾ ഈ റജബ് മാസത്തിൽ തന്നെ എത്രയോ നോമ്പുകൾ നമ്മൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോമ്പിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് തന്നെ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം നമ്മൾ ചെയ്തു പോകുന്ന, പലരോടും പറഞ്ഞു പോകുന്ന പല വാക്കുകളും പല പ്രവൃത്തികളും കൊണ്ട് നമ്മുടെ അമലുകൾ അവർക്ക് അല്ലാഹു തആല ഒരുപക്ഷെ വീതിച്ചു കൊടുത്തേക്കാം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പക്ഷേ എത്ര അമലുകൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്താലും വീതിച്ചു കൊടുക്കേണ്ടി വരില്ലാത്ത ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഒരു സ്വലാത്ത് പറയാം. അതൊരു ബൈത്തിൻ്റെ രൂപത്തിൽ നമുക്കൊന്ന് ആ സ്വലാത്ത് പറഞ്ഞാലോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണവും രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ലാ എന്ന ആ ഒരു അർത്ഥമാണല്ലോ എല്ലാ സ്വലാത്തിലും ഉണ്ടാവുക. നമ്മൾ ബദർ മൗലിദിലൊക്കെ ഈ സ്വലാത്തിന്റെ ഈ ഒരു വചനം നമ്മൾ പദ്യരൂപത്തിൽ പാടാറുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതൊന്ന് പറഞ്ഞാലോ? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് നിങ്ങൾ ഭംഗിയാക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. എല്ലാത്തിനും പറ്റുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ഇന്ന് പലർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഓൾഡ് ദിക്റായി മാറി. പഴയ ആളുകൾ പറയുന്നതാണ്, അതൊന്നും എന്താ ഇപ്പം പറയണോ, വെറൈറ്റി ദിക്റുകളല്ലേ വേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. ദിക്റുകളുടെ രാജാവ്, നേതാവ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റോടൊപ്പം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുകൂടി ചേർത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്‌ലിസിൽ അത് ഒരുപാട് വട്ടം പറയാം. അല്ലാഹു തആല ഈ മരിക്കുന്ന സമയത്ത് ഈ ഒരു പുണ്യമായ കലിമ പറഞ്ഞു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിൽ ഒരു ആയത്തുണ്ട്. അതൊരു ആയത്താണ്, പക്ഷെ അത് നമുക്കൊരു ദിക്റാണെന്ന നിലയിലും ഓതാൻ പറ്റുന്ന ഒരു ആയത്താണത്. എന്തെല്ലാം ആപത്തുകൾ, മുസീബത്തുകൾ, നമ്മെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ, പ്രത്യേകിച്ച് മഹത്തുക്കൾ പറയുന്നു, ആ ഒരു ആയത്തിന്റെ, ആ ഒരു ദിക്റിന്റെ ശ്രേഷ്ഠതയിൽ നമുക്ക് കാണാം പകർച്ചവ്യാധികൾ, വബാ, ത്വാഊൻ, അതായത് പകർച്ചവ്യാധികൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ ഒരുപാട് മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പുണ്യമായ ഒരു ആയത്താണത്. അതൊരു ദിക്റാണെന്ന നിലയിലും നമുക്ക് ഓതാം. അതുപോലെ തന്നെ കണ്ണേറ്, സിഹിർ, കരിനാക്ക്, അതുപോലെ തന്നെ അസൂയ വെക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മനുഷ്യപരമായ ഷർറുകൾ, അതിനെ തൊട്ടെല്ലാം കാവൽ കിട്ടുന്ന പുണ്യമായ വചനമാണ് ഇത്. നമുക്ക് എല്ലാ ദിവസവും ഒരുപാട് വട്ടം, കൃത്യമായ എണ്ണൊന്നും നോക്കണ്ട, ഇങ്ങനെ പറഞ്ഞോ ഒരുപാട് വട്ടം പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഒരുപാട് നേട്ടമാണ്. നമുക്ക് കുറച്ചു നേരം അതൊന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പടർന്നു പിടിക്കുന്ന ഒരുപാട് വൈറസുകളുണ്ട്. ആ വൈറസുകളിൽ നിന്നെല്ലാം ഇപ്പോൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ ചിക്കൻ ബോക്സ്, അതുപോലെ മുണ്ടുനീര് എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. മുണ്ടുനീര്, ഇങ്ങനെ ഈ കവിളിൻ്റെ ഭാഗം ഇങ്ങനെ വീർത്ത് വരുന്ന, സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് അങ്ങനെ ആ ഒരു പ്രയാസം വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കിതിങ്ങനെ പറയാം. പറഞ്ഞോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ, വല്ലുപ്പമാരും വല്ലുമ്മമാരും നമ്മുടെ ഉമ്മച്ചിയും വാപ്പിച്ചൊക്കെ നമ്മളെ ഉറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ ഉറക്കാൻ വേണ്ടി താരാട്ടുപാട്ട് പാടുമ്പോൾ അല്ലെ പറയാറുണ്ട്, ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ എന്നൊക്കെ. അതൊരു താരാട്ടുപാട്ടല്ല, അതൊരു ദിക്റാണ്, വല്ലാത്ത പവറുള്ള ദിക്റാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാ, അല്ലാഹുവേ നീ എനിക്ക് മതി, മാഫി ഖൽബി ഗൈറുല്ലാ, എൻ്റെ മനസ്സിൽ നീ അല്ലാതെ വേറെ ആരുമില്ല, നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആ ഒരു ദിക്ർ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞാലോ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ, നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്, നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്, നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ ദിക്ർ പറഞ്ഞോ. നമ്മുടെ തെറ്റുകൾ അള്ളാഹു തആല പുറത്തു തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ ശർറുബല മുസീബത്തുകളും നമ്മളിൽ നിന്നും തട്ടിമാറ്റപ്പെടാൻ 2 ദിക്റുകളാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നത്. നമുക്കതൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പുണ്യമായ റജബ് മാസത്തിന്റെ എല്ലാ ദിവസവും 70 വട്ടം പറയൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു സുന്ദരമായ ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അതൊരു ഇസ്തിഗ്ഫാറിന്റെ വചനം കൂടിയാണ്. അല്ലാഹു ഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം. വർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണം. വതുബ് അലയ്യ, അല്ലാഹുവേ എൻ്റെ തൗബ നീ സ്വീകരിക്കണം. ഓരോ ദിവസവും എത്രയോ തെറ്റാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. 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 اللهم اغفر لي وارحمني وتب علي. 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 اللهم اغفر لي
وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ഈ ദിക്റിന്റെ മജ്ലിസിൽ ആരെല്ലാം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫാ നൽകട്ടെ. എല്ലാ വിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് റബ്ബ് നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, നാസ് ഇതൊക്കെ ഓതിയിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. എല്ലാവരും ഇൻഷാ അള്ളാഹ് ആത്മാർത്ഥമായി ഈ സൂറത്തുകൾ ഓതുക. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഓതുന്നതൊക്കെ കേട്ടിരുന്നാൽ തന്നെ, ഖുർആനായ ആയത്തുകൾ സൂറത്തുകളൊക്കെ ഓതുന്നത് കേട്ടിരുന്നാൽ തന്നെ വലിയ പുണ്യമാണ് ഇൻഷാ അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ നാഥ. അല്ലാഹുവേ
റഹ്മാനായ റഹീമായ പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും റബ്ബേ ചെറുതും വലുതുമായ ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളിതാ സമ്മതിക്കുകയാണ്, ഞങ്ങളിതാ തൗബ ചെയ്യുകയാണ് റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ, സ്നേഹിതന്മാർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ പലരും ഖബറിലാണ് അല്ലാ. അവർക്കെല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. വിഷമങ്ങൾ അറിയുന്ന നാഥാ, ഞങ്ങളുടെ വിഷമങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ഹലാലായ മുറാദുകൾ അറിയുന്ന നാഥാ, ഞങ്ങളുടെ മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ വേദന അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ ശാരീരികമായ വേദന നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ മനസ്സിന് നീ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് ഉമ്മമാരുപ്പമാര് ദുആ വസിയത്ത് പറയുന്നുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെയും കമന്റ് രേഖപ്പെടുത്തുന്നവരുണ്ട്, നേരിട്ട് കണ്ടു പറയുന്നവരുണ്ട്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുടെ കാര്യം പറഞ്ഞ് ദുആ വസിയത്ത് നടത്തുന്നു, അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെടുത്താത്ത, ദുഹാ നിസ്കാരം നഷ്ടപ്പെടുത്താത്ത, അതുപോലെ വിത്ർ നിസ്കരിക്കുന്ന, എല്ലാ ദിവസവും യാസീൻ ഓതുന്ന, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഒരുപാട് സുന്നത്തായ നോമ്പുകൾ പിടിക്കുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഉമ്മമാരുള്ള ഉപ്പമാരുള്ള സദസ്സാണ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പറയുന്നവന് യോഗ്യതയില്ലെങ്കിലും ഈ ആമീൻ പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുടെ കരങ്ങൾ നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് തരണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ദുഃഖങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന് നീ സന്തോഷം തരണേ അല്ലാ. ശാരീരികമായ വേദന മാറ്റിത്തരണേ അല്ലാ. നരമ്പിന്റെ പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഹൃദയത്തിന് പ്രശ്നം, വാൽവിന് പ്രശ്നം, അതുപോലെ കിഡ്നിക്ക്, കരളിന് സ്ട്രോക്ക് വന്നവര്, ക്യാൻസർ ഉള്ളവര്, റഹ്മാനെ പേരില്ലാത്ത മരുന്നില്ലാത്ത ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുത്തുമുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. ആജിലായ കാമിലായ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാർ, അവരുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്. പലരുടെയും പരീക്ഷകൾ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്നു. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ, എക്സാമുകൾ എല്ലാത്തിലും നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. എല്ലാം നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. പഠിക്കുന്നതൊക്കെ ഓർമ്മശക്തിയിൽ വെക്കാനും അതനുസരിച്ച് പരീക്ഷ എഴുതാനും തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്റർവ്യൂവിന് പോകുന്ന, അതുപോലെ വിദേശത്ത് പോകുന്ന ഒരുപാട് ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് എന്ന് പറഞ്ഞ് പലരും ദുആ വസിയത്ത് പറഞ്ഞവരാണ്. റബ്ബേ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ലോകത്തിലെ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പല പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ആ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ
കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. ഉസ്താദേ ദുആരക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്റായി എഴുതാറുണ്ട്. പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല. ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. റഹ്മാനെ, ആരെല്ലാം ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ഫർളായ കാര്യങ്ങൾ ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് നിന്റെ സ്വർഗം കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട സമയത്ത് നീ നിർവഹിച്ചു തരണേ അല്ലാ. എല്ലാവിധ ആപത്ത് മുസീബത്ത് കണ്ണേറ് സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മക്കൾ ആക്സിഡന്റിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാനുള്ള വിധി തരണേ അല്ലാ. മദീനയിൽ ചെന്ന് സലാം പറയാനുള്ള വിധി തരണേ അല്ലാ. പുണ്യമായി റജബ് മാസത്തിന്റെ സുന്ദരമായ ദിനങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ശഅബാൻ മാസത്തെ എത്തിച്ചു തരണേ അല്ലാ. റമളാൻ മാസത്തെ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തം തരണേ അല്ലാ. ഈമാനും ഇഖ്ലാസും തഖ്വയും സൂക്ഷ്മതയും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ മരണപ്പെട്ട 6 അടി മണ്ണിലേക്ക് കിടക്കുമ്പോൾ ഖബറിൽ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റുകളൊക്കെ കൂട്ടാക്കി തരണേ അല്ലാ. മഹ്ശറിൽ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസല്ലി അലാ ജമീഅൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, സിഹത്തുള്ള നല്ലൊരു ജീവിതം, നല്ലൊരു ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പരസ്പരം ദുആ രക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.